ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവ് നമ്മളോട് കാണിക്കുന്ന വലിയ കാരുണ്യത്തെയും സ്നേഹത്തെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം, കർത്താവിൻ്റെതായി ജീവിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അങ്ങനെ ഒരു പ്രേരണയുണ്ടാകണമെങ്കിൽ അതിന് പിന്നിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയേണ്ട വലിയൊരു സത്യം എന്താണ്? എവിടെയൊക്കെയോ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ഒരു ദൈവം അവിടുത്തെ ആത്മാവിനാൽ നമ്മളെ പൂരിതരാക്കുന്നുണ്ട്. ഈ ആത്മാവ് നമ്മൾ എന്തേറെ ജ്വലിക്കുന്നോ അതിനനുസരിച്ച് ഒരു ദൈവിക ജ്ഞാനം, ഒരു ദൈവിക കൃപ, ഒരു ദൈവിക പ്രകാശം എന്നിലും നിങ്ങളിലും ഒരുപോലെ ജ്വലിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആത്മാവിൻ്റെ ജ്വലനമാണ് യഥാർത്ഥത്തിൽ ഓരോ കാലയളവുകളിലും ഓരോ സമയത്തും വേണ്ടത് പ്രവർത്തിക്കാൻ, വേണ്ടത് ചിന്തിക്കാൻ, വേണ്ടത് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുക. കാരണം ഈശോ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോഴും എങ്ങനെ എന്തുത്തരം പറയണം നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം എന്താ? നിങ്ങളല്ല, നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കി, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുത്താൽ എത്ര മനോഹരമാണത്, എത്ര ശക്തിവത്താണത്. ഈ ആത്മാവിന് നമ്മുടെ ജീവിതങ്ങളെ അടിയറവയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നന്നായിട്ടൊന്ന് ജ്വലിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട്. കരങ്ങളൊന്ന് കൂപ്പാ ഒരു നിമിഷം. മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാം. കണ്ണുകളൊന്നടച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഞങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കുമ്പോൾ ഞങ്ങളിലേക്ക് ലഭിക്കുന്ന ദൈവിക വരപ്രസാദം, അതിലൂടെ ഞങ്ങളുടെ ഉള്ളിൽ നിറയുന്ന ദൈവിക പ്രകാശം, അതിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സമ്മാനിക്കപ്പെടുന്ന ദൈവിക സാന്നിധ്യത്തിൻ്റെ ജ്ഞാനം, ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങളിൽ വർദ്ധിച്ചു വരുന്നതിനായി സ്നേഹത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നിമിഷം വചനം ശ്രവിക്കാൻ പോകുന്ന ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ സ്പർശിക്കപ്പെടുവാൻ, അവിടുത്തെ ദിവ്യപ്രകാശത്താൽ പൂരിതരാകുവാൻ, അവിടുത്തെ ദിവ്യപ്രഭയാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത്. കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് കർത്താവിൻ്റെ നാമത്തെ ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഓരോരുത്തരെ സ്നാനപ്പെടാനായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ ഞങ്ങളിൽ ഓരോരുത്തരിലേക്ക് വ്യാപരിക്കണമേ. ആത്മാവേ, അഗ്നിനാവായി ഞങ്ങളിലേക്ക് നിറയണമേ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഓരോ കാലയളവുകളിലും അവിടുത്തെ ജനത്തെ ഉണർത്തുവാൻ ഉതകുന്ന രീതിയിൽ അവിടുന്ന് തെരഞ്ഞെടുത്തയച്ച പ്രവാചകന്മാരിലേക്ക് നിറഞ്ഞതുപോലെ തന്നെ, ദൈവിക വ്യക്തികളിലേക്ക് നിറഞ്ഞതുപോലെ തന്നെ, ഓരോ കാലയളവുകളിലും ദൈവത്തെ നയിക്കുവാനുള്ള രാജാക്കന്മാരിലേക്ക് നിറഞ്ഞതുപോലെ തന്നെ ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിറയണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ നിഷേധിച്ച് കളഞ്ഞ് ജീവിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമായി കളഞ്ഞ എല്ലാ നിമിഷങ്ങൾക്കും മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, ഇപ്പോൾ ഞങ്ങളിൽ ഉജ്ജ്വലിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് ജ്വലിക്കട്ടെ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ പൂരിതമാകട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഹൃദയത്തെ സ്പർശിക്കണമേ. ആരാധന, 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 ആരാധന. കരങ്ങൾ താഴ്ത്തി, കൈകൾ കൊട്ടി, ആത്മാവ് നിറയാൻ പരിശുദ്ധാത്മാവിന് ശരീരത്തെ വിട്ടുകൊടുത്ത ആത്മാവുള്ളിടത്തുള്ള സ്വാതന്ത്ര്യത്തോടെ ചേർന്ന് പാടാം. ആത്മാവേ, ആത്മാവേ, പാവനാത്മാവേ, പ്രാർത്ഥിക്കാം. ആത്മാവേ, ആത്മാവേ, പാവനാത്മാവേ, വെൺപ്രാവായി പറന്നിറങ്ങണമേ. ദാഹിച്ച് പ്രാർത്ഥിച്ചേ. ബന്ധനമഴിക്കാൻ അന്ധതയകറ്റാൻ നീ നിറയണമേ.
വരദാനമായി ഫലമാരിയായി ഉണർവിൻ ശക്തിയെ നീ വരണേ. വരദാനമായി ഫലമാരിയായി ഉണർവിൻ ശക്തിയെ നീ വരണേ. ആത്മാവേ പരിപാവനരേ ജീവജലത്തിൻ അരുവിയേ. ആത്മാവേ പരിപാവനരേ ജീവജലത്തിൻ അരുവിയേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്നിൽ പന്തക്കുസ്താജാലയായി പരിശുദ്ധ അമ്മയിൽ അപ്പസ്തലന്മാർ നിറഞ്ഞതുപോലെ നിറയണമേ. ആത്മാവിന്റെ ശക്തി എല്ലാവരിലും വ്യാപരിക്കട്ടെ. ഒരു പുതുജ്വലനം സംഭവിക്കട്ടെ. ഒരു പുത്തൻ ഉണർവ്, ഒരു പുതിയ അഭിഷേകം ഓരോരുത്തരിലും സംഭവിക്കട്ടെ. ഒരു ആത്മീയ കേന്ദ്രത്തിലിരുന്ന് ധ്യാനം കൂടുന്ന അതേ അനുഭവങ്ങൾ ഇപ്പോൾ വചനം ശ്രമിക്കുന്ന സകലരിലേക്ക് വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ഒരു പുതുജ്വലനം, ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കാൻ ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ശരീരത്തെ വിട്ടുകൊടുക്കാം, മനസ്സിനെ വിട്ടുകൊടുക്കാം, ഹൃദയത്തെ വിട്ടുകൊടുക്കാം. ആത്മാഭിഷേകമായി നിറയണമേ. ആത്മാവേ, ആത്മാവിൻ കൂരിരുൾ നീക്കും സ്നേഹാഗ്നിയേ. ആത്മാഭിഷേകമായി നിറയണമേ. ആത്മാവിൻ കൂരിരുൾ നീക്കും സ്നേഹാഗ്നിയേ. മനസ്സിൻ മുറി ഉണക്കും അനേകരുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. മനസ്സിന്റെ വേദനകൾ നീങ്ങട്ടെ. മനസ്സിലൊരു ആനന്ദം നിറയട്ടെ. ഹൃദയത്തിലൊരു സന്തോഷം നിറയട്ടെ. ആഗ്രഹിക്കാം. നിസ്വരൂപനായി സ്നേഹാരൂപിയായി ഉന്നത ശക്തിയായി നീ വരണേ. കൈകൾ ഉയർത്തിക്കൊട്ടി. ആത്മാവേ പരിപാവനരേ ജീവജലത്തിൻ അരുവിയേ. ശക്തിയോടെ പ്രാർത്ഥിച്ച് ഹൃദയത്തിൽ ദാഹിച്ച് ആത്മാവ് എന്നിൽ ജ്വലിക്കണമെന്ന് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മ സാന്നിധ്യത്തെ വീണ്ടെടുക്കാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ശക്തിയോടെ ആത്മാവ് ഓരോരുത്തരിലേക്കും ഇപ്പോൾ ആവസിക്കട്ടെ. സൗഖ്യം ആവശ്യമുള്ളവരിലേക്ക് സൗഖ്യം നിറയട്ടെ. ആത്മാവിന്റെ ജ്വലനം ആവശ്യമുള്ളവരിലേക്ക് വലിയ ജ്വലനം സംഭവിക്കട്ടെ. പുതിയ ഉണർവ് സംഭവിക്കട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി അതര തുറന്ന് ശക്തിയോടെ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ ഇപ്പോൾ ഞങ്ങളിലേക്ക് നിറയണമേ. ശക്തിയോടെ ആവസിക്കണമേ. കൃപയോടെ നിറയണമേ. അഭിഷേകത്താൽ വ്യാപരിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബലഹീന ജീവിതത്തെ സ്പർശിച്ച് അവിടുത്തെ വലിയ ജ്വലനം നൽകി അനുഗ്രഹിക്കണമേ. സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. ചൈതന്യത്താൽ പ്രകാശിപ്പിക്കണമേ. അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ നിറയാൻ ദൈവമാതാവേ, അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ, ആയിരമായിരങ്ങൾ മാതാവേ, കണ്ണീരിൻ താഴ്വരയിൽ നിന്നീത കേഴുന്നമ്മേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഈ അമ്മ വീട്ടില് പലപ്പോഴും മാതാപിതാക്കള് അവരുടെ മക്കളുടെ ജീവിതത്തിലെ ചില വഴിതെറ്റലിൻ്റെയും ചില അനുസരണക്കേടിൻ്റെയും ചില മല്ലടിക്കുന്ന സ്വഭാവ പ്രത്യേകതകളുടെയും ഒക്കെ സങ്കടങ്ങളായിട്ട് വരാറുണ്ട്. പലതരത്തിലുള്ള വേദനകളാണ് അവർ പങ്കുവയ്ക്കുന്നത്. പലർക്കും പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ തികച്ചും തെറ്റായതും അവിവേകപരവുമായ ചില പ്രണയമാണ് ചില മക്കളുടെ പ്രശ്നം. മറ്റു ചിലപ്പോൾ ചില ലഹരിക്ക്, കഞ്ചാവ്, മറ്റ് ലഹരി അടിമത്തങ്ങൾ, ഇങ്ങനെ കിടക്കുന്ന കുറേ ജീവിതങ്ങളുടെ സങ്കടങ്ങൾ. ചില മാതാപിതാക്കൾ ഈ മക്കളുടെ പ്രത്യേക കോപ സ്വഭാവം, അതുപോലെ ഇവരെ പോലെ ഉപദ്രവിക്കുന്നതായ വേദനകൾ, അവരുടെ മുറിവുകൾ ഒത്തിരി കണ്ണീരോടെ പങ്കുവയ്ക്കും. സ്നേഹമുള്ളവർ, ഇതുപോലെ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളും അസ്വസ്ഥകളുമായിട്ട് വരുമ്പോൾ ഞാൻ ഓർക്കും, എന്താണ് ഇതിനൊക്കെ പിന്നിലുള്ള പ്രശ്നം? സ്നേഹമുള്ളവർ, ഈ നാളുകളിൽ
ഒരു പെങ്കൊച്ചിൻ്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്. അവൾ അപ്പനും അമ്മയും എന്നോട് സങ്കടത്തോടെ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അവളുടെ ഒരു പ്രണയം എന്ന് പറഞ്ഞത് നമുക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ അറിയാം, തികച്ചും അവിവേകപരമായ ഒരു ബന്ധമാണത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കുടുംബത്തിന് യോജിക്കാത്ത തരത്തിൽ ഒരു ഭാര്യയും കുഞ്ഞും ഒക്കെ ഉള്ള വേറൊരു ബന്ധമുള്ള ഒരു ചെറുക്കനെ വെറുതെ ഒരു വിവേകമില്ലാതെ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ച്. സ്നേഹമുള്ളവർ, ഇതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഈ പെൺകുട്ടിയോട് ഇതിൻ്റെ വീട്ടിൽ നിന്ന് ഇതിന് അപ്പനും അമ്മയും പറയാണ്, എൻ്റെ മോളെ, നീ ഒരിക്കലും അവൻ്റെ കൂടെ പോയേക്കരുത്, നീ ഒരിക്കലും ഈ ഒരു അവസ്ഥയിലേക്ക് പോയേക്കരുത്, നീ പോയാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് കണ്ണീരോടെ പറയാ, നീ പോയാൽ ഞങ്ങൾ മരിക്കുകയുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഈ പെങ്കൊച്ച് പറയാ, കുഴപ്പമില്ല. മാതാപിതാക്കൾ അത്ഭുതപ്പെട്ട് നിൽക്കുക. അത്രമേൽ സ്നേഹിച്ച് അത്രമേൽ കരുതലോടെ വളർത്തിയൊരു പെങ്കൊച്ച് പറയുന്ന വർത്താനാണ് അപ്പനമ്മ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല. ആങ്ങൾ ഒരുത്തനുണ്ട്, ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അവൻ പറയാണ്, എടി ഇവർ മരിച്ചാൽ പോലും നിന്നെ ഇവിടെ കയറ്റിയല്ല. അവൾ പറയുക, ഞാൻ വരുന്നില്ല. പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു വെച്ചത് എന്തൊരു ദയനീയതാണെന്ന് ചിന്തിച്ചു വയ്ക്കുക നിങ്ങൾ. ഈ പെങ്കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു സത്യം. വഴിതെറ്റലിൻ്റെ അനുഭവത്തിലൂടെ മദ്യത്തിനും മറ്റ് ലഹരിക്കും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട് ഓരോ കൂട്ടുകെട്ടുകളുടെ ബന്ധനത്തിലായിരിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. 1, 1.5 ഉള്ളതുകൊണ്ട് ഈ കാരണവന്മാർക്ക് വല്ലാത്ത ആകുലത, ഉത്കണ്ഠയാ. കാരണം ഇതെങ്ങാനും പോയാൽ പിന്നെ ബാക്കിയുണ്ടോ? എന്നിട്ടും ചിലതൊക്കെ തീരുക. ഇവിടെ ഒരു സങ്കടം തോന്നിയിട്ടുണ്ട്. ഇക്കണക്ക് ചില കുടുംബങ്ങളിൽ ചില മാതാപിതാക്കളുണ്ട്, ചില അപ്പന്മാർ ഒരു ബോധമില്ലാത്ത വിധത്തിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചോ ഒരു കുടുംബത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചോ ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ ജീവിതം എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു തിരിച്ചറിവില്ലാതെ മദ്യത്തിലങ്ങ് മുങ്ങിത്താന്ന് അതിനകത്തങ്ങ് ജീവിതം രസിക്കുക. സങ്കടം തോന്നും നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ കണ്ണീര് കാണുമ്പോൾ. ഈ ലോകത്തിൻ്റെ അരൂപികൾ ഇന്ന് പല രീതിയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഒരുപാട് പ്രലോഭിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പോലും അറിയാതെ ഓരോന്നിലും ചെന്ന് വീഴുക. കുറേ പേര് മൊബൈൽ ഗെയിമുകൾ, അതിനകത്ത് മറ്റിടപാടുകൾ, ഈ കാര്യങ്ങളായിട്ട് ഒരു ലോകത്തിൻ്റെ അരുവിൽ പോകുമ്പോൾ മറ്റു ചിലർക്ക് ടെലിവിഷനുകളും കുറേ പേർക്ക് കുറേ കേസുകെട്ടുകളും പ്രണയബന്ധങ്ങളും, ഇങ്ങനെ ഒരു ലോകത്തിൻ്റെ അരൂപിയുടെ സ്വാധീനങ്ങൾ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്ത വിധത്തിൽ അവനെ പിടികൂടി അവൻ്റെ ബുദ്ധിയെ, അവൻ്റെ കഴിവുകളെ മുഴുവൻ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് ആത്മാവ് നിർവീര്യമായൊരവസ്ഥ. ഇത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ ജനം നിലവിളിച്ച് ദൈവം ആദ്യമായിട്ട് കൊടുത്ത രാജാവാണ് സാവൂൾ, ഇല്ലേ? സാവൂളിനെ കുറിച്ച് സങ്കടത്തോടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 സാമുവേൽ 16:4 കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. എത്ര സങ്കടകരമായത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നകന്നുപോയ സാവൂളിന്റെ ജീവിതത്തിൽ സംഭവിച്ച അധപ്പതനമാണ്. ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ 16:20 നമ്മൾ വായിക്കുന്ന വചനം ദയനീയത തുളുമ്പുന്ന വചന. കർത്താവ് അവനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. വാസ്തവത്തിൽ ഇതാണ് ഇന്നത്തെ ദയനീയ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആത്മാവ് നിർവീര്യമായി പോവുക. ഒരു തരത്തിൽ അവബോധം കിട്ടുന്നില്ല. ഓരോ തരത്തിൽ ഈ കൂട്ടുകെട്ടുകളും മ്ലേച്ഛതകളും ആയിരിക്കുന്ന പല മക്കൾക്കും ഈ ലോകത്തെക്കുറിച്ച് തിരിച്ചറിവില്ല. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ലെവലേശ അവബോധമില്ല. മാതാപിതാക്കളെക്കുറിച്ച് ചിന്തയില്ല. കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. എൻ്റെ ഭാവി എങ്ങോട്ട് പോകുന്നു യാതൊരു അവബോധമില്ല. ശരിക്കും പിശാച് ബുദ്ധിയെ, ബോധത്തെയൊക്കെ മറച്ചു കളഞ്ഞിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പെങ്കൊച്ച് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വിമുക്തി പ്രാപിച്ചപ്പോൾ ഈ പെങ്കൊച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ബോധം മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്നിട്ട് ഇവൾ പറയാണ്, എനിക്കറിയാം എപ്പോഴാണ് എൻ്റെ ബോധം പോയെന്ന്. ഒരു ജോലി ചെയ്യുന്ന എനിക്ക് ഈ ജോലിയുടെ ഇടയ്ക്ക് സമയം ഉണ്ടായിരുന്നിട്ടും ഞായറാഴ്ച കുർബാനകൾ പോലും ഞാൻ ഒഴിവാക്കിയ സമയത്താച്ചാ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയത്. സത്യം പറഞ്ഞാൽ ഈ കൊച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും പള്ളി പോകാൻ കഴിയല, ബാക്കിയുള്ളവരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ഒന്ന് പള്ളി പോയെന്ന് വരുത്തി അവിടെയൊക്കെ പോയി അവിടെ ഇവിടെ കുർബാന കാണാൻ വേണ്ടി ഇരിക്കുന്നവരായ ചില വ്യക്തികളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മാവില്ലാത്ത വ്യക്തികളാ. നാളുകൾ കഴിഞ്ഞാലും കുമ്പസാരിക്കാനുള്ള ചിന്ത. അവരോട് പറയണമെന്ന് കുമ്പസാരിക്കണ്ടേ? ഓ, എനിക്കങ്ങനെ വലിയ ഭാവമൊന്നുമില്ല, എന്നാ കുഴപ്പമായിരിക്കും. ഇത്രത്തോളം ഒരു മനുഷ്യൻ അധപ്പതിക്കുന്ന ഒരവസ്ഥാവിശേഷം വേറൊന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ
അവബോധമുള്ളവരായിരിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫെസോസിലെ ലേഖനത്തിൽ 4:30 ഓർമ്മിപ്പിക്കുക, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഈ ആത്മാവ് വേദനിച്ച് പുറത്തുപോയാൽ പിന്നെ സത്യത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ യാതൊരു അവബോധം ഇല്ലാതെ ഒരു ലോകാരൂപിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത് നാശത്തിലേക്കുള്ളൊരു പോക്ക. എപ്പോഴാണോ ആത്മാവിനെ ഞാൻ എന്നിൽ നിർവീര്യമാക്കുന്നത്, അപ്പോൾ തീരുന്നതാ, അപ്പോൾ അധപ്പതിക്കുന്നതാ ഈ ജീവിതം. ഞാൻ പറയുന്ന പ്രിയപ്പെട്ട അപ്പന്മാരെ, ഓരോരുത്തരും ഒന്ന് പൊട്ടിക്കരയണം. ഇതുപോലെ വഴിതെറ്റലിന്റെ അനുഭവത്തിലൂടെ മദ്യത്തിനും മറ്റ് ലഹരിക്കും കൂട്ടുകെട്ടിനും ലോകത്തിന്റെ അരൂപിയിലും വ്യാമോഹിച്ച ജീവിക്കുന്നുണ്ടെങ്കിൽ പൊട്ടിക്കരയണം. ഇടറിപ്പോയി, വഴിതെറ്റിപ്പോയി, ഇനി ഈ വഴി വേണ്ട, എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ഒന്ന് ഉണർത്തണം. ഒരു കുടുംബ ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ വിശ്വസ്തതയ്ക്ക് കളങ്കം ചാർത്തിക്കൊണ്ട് തിന്മയുടെ വഴികളിലൂടെ കൊച്ചു സുഖങ്ങളെ, സന്തോഷങ്ങളെ, സ്നേഹത്തെ പുൽകാൻ ഉദ്യമിച്ച ഒരമ്മയാണോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചിന്തിക്കണം, തീരുമാനം എടുക്കണം. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ മുഴുവൻ നിഷേധിച്ചു കളഞ്ഞ് എൻ്റെ ഇഷ്ടപ്രകാരം ഒരു ജീവിതം നയിച്ചു എങ്കിൽ, ദൈവമേ, എന്നെ ആത്മാവിനെ ഞാൻ നിർവീര്യമാക്കുക. എനിക്ക് വേണ്ട ലോകാരൂപി വേണ്ട, ഈ കൊച്ചു സുഖം വേണ്ട, ഈ ചെറിയ സ്നേഹ സന്തോഷം വേണ്ട, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ആഗ്രഹിക്കണമുള്ളില്ല. മകനെ, മകളെ, നീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിക്കണം. എൻ്റെ കുറേ കൂട്ടുകെട്ടുകൾ, കുറച്ച് പ്രണയബന്ധങ്ങൾ, പിന്നെ കുറേ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഷൈൻ ചെയ്ത് നടപ്പുകൾ, ഞാനൊരു സംഭവമാണ് എന്ന മട്ടിലുള്ള നടപ്പും എടുപ്പും അഹങ്കാരങ്ങളും ഭാവങ്ങളും, അപ്പൻ്റെ നേരെ അമ്മയുടെ നേരെയൊക്കെ മെക്കിട്ട് കയറി അവരുടെ ജീവിതങ്ങളെ വേദനിപ്പിച്ചും മുറിവേൽപ്പിച്ചും നിന്റെ പോക്ക് എങ്ങോട്ടാ? ചിന്തിക്ക. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി നീ നിന്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ നാശത്തിലേക്കുള്ള പോക്കായത്. ഇപ്പൊ പലരും ഉണ്ടാകും കൂടെ, പക്ഷെ ആത്മാവിനെ നിർവീര്യമാക്കിയ ഒരു പോക്കില് സാത്താനെ നിന്റെ കൈപിടിക്കുക. മറന്നുപോകേണ്ട ഈ കാര്യത്തെക്കുറിച്ച്. സാത്താൻ കൈപിടിച്ചു കൊണ്ടുവന്ന എങ്ങോട്ടാ? നിന്റെ നാശത്തിലേക്ക് മാത്രമേ സാത്താൻ നയിക്കൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ അത്രത്തോളം തരം താന്ന സ്ഥിതിവിശേഷം ഇല്ല, അത്രത്തോളം അധപ്പതിച്ച, അത്രമാത്രം ദയനീയമായ മറ്റൊരവസ്ഥയില്ല. ചങ്കുവട്ടി കരയണം, കർത്താവേ, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത് എന്ന്. ഈ ആത്മാവിനെ എന്നിൽ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ ഇന്നുണ്ട്. ഈ അരൂപി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മറ്റൊരു ദയനീയ അവസ്ഥ എന്നാണെന്നറിയാവോ? അവർക്ക് ഈ ലോകത്തിന്റെ സുഖങ്ങളെ ആശ്ലേഷിക്കാനായിട്ടുള്ള വല്ലാത്തൊരു താല്പര്യം മനസ്സിൽ നിൽക്കുമ്പോൾ പോലും ആത്മീയ കാര്യത്തിൽ ലെവലശം താല്പര്യമില്ല. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ വരുമ്പോൾ ഒരു വ്യക്തിക്ക് ആത്മീയത വളർച്ച ഉണ്ടാവുമോ? ആത്മീയതയിൽ ഉണരാൻ കുർബാന സ്വീകരിക്കുക, കുമ്പസാരിക്കുക, വചനം വായിക്കുക, ജപമാല ചെല്ലുക, മറ്റ് ആത്മീയ അനുഷ്ഠാനങ്ങളിൽ കടന്നു പോവുക, ഇതിന് താല്പര്യമില്ല. ഒരു ധ്യാനം കൂടാൻ പോകാൻ പറഞ്ഞോ അവനെന്നൊരു പ്രത്യേക കലിയ, അവക്കെന്നൊരു പ്രത്യേക ദേഷ്യ. കാരണം എന്താ? അവർക്ക് ലോകത്തിന്റെ അരൂപി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്. അനേകം മക്കൾ ഇന്ന് പാപത്തിന്റെ അടിമത്തത്തിലാ. അവർക്ക് ആത്മീയതയിൽ ലെവലശം താല്പര്യമില്ല. ഒരു കുമ്പസാരിക്കാൻ പറഞ്ഞാൽ അതിന് ഇഷ്ടമില്ല. എന്നാൽ അവിടെ ഇവിടെ ടൂറുകളും മറ്റ് പരിപാടികളും പാർട്ടി കാര്യങ്ങളും 100 കൂട്ടം മറ്റിടപാടുകളുമായിട്ട് നടക്കും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിനൊക്കെ സമയമുണ്ടാ? ആത്മീയ കാര്യങ്ങളിൽ ഒന്നിനും ചെലവഴിക്കാൻ സമയമില്ല. വെറുതെ മുടന്ത ന്യായങ്ങൾ പറയും. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, കുറെ വർക്കുണ്ട്, എന്റെ കാര്യം ആർക്കും അറിയത്തില്ലല്ലോ, എന്റെ വിഷമം ആർക്കും അറിയത്തില്ലല്ലോ, ഇത് മുഴുവൻ ഞാൻ എപ്പോഴാണ് ചെയ്തു തീർക്കുന്നത്. എന്നാൽ മറ്റെല്ലാ കാര്യത്തിലും താല്പര്യമുണ്ട്, മറ്റെല്ലാ കാര്യത്തിലും സമയമുണ്ട്. പ്രിയപ്പെട്ടവര്, ഇതാണ് ദയനീയത, മറ്റൊന്നുമല്ല. ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തിയുടെ സങ്കടകരമായ ഒരു അവസ്ഥയായത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു കാര്യം ഓർത്തോണം. ബാക്കി 100 കൂട്ടം കാര്യങ്ങൾ സമ്പാദിച്ചു കൊടുത്തും നേടിക്കൊടുത്തും എല്ലാ ഇഷ്ടവും സാധിച്ചു കൊടുത്തും മക്കളെ വളർത്തുമ്പോ പരിശുദ്ധാത്മാവില്ലാതെയാ അവരുടെ ജീവിതത്തെ നയിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർത്തോ, നാശത്തിലേക്കുള്ള പോക്കാത്. അതിനിട വരുത്തിയേക്കരുത്. അതുകൊണ്ട് കൊച്ചുനാളുകൾ മുതലേ ആത്മീയ ശുശ്രൂഷകൾക്ക് മക്കളെ പറഞ്ഞു വിടണം. മതബോധനത്തിനും മറ്റു കാര്യങ്ങൾക്ക് താല്പര്യം എടുക്കണം. അന്നേരം ട്യൂഷനും മറ്റ് പഠനങ്ങളും കോച്ചിങ്ങും കാര്യങ്ങളുമായിട്ട് മാത്രം ഇട്ട് ലോകത്തിന്റെ അരൂപികളുടെ സ്വാധീനങ്ങളിൽ അവരെ വിട്ടുകൊടുക്കരുത്. എന്നാൽ ഇപ്പൊ നമുക്ക് തോന്നും ഇതൊക്കെ വളരെ ഉത്തമോ അഭികാമ്യമോ, എന്നാലല്ലേ അവര് പഠിച്ച് നാളെ വലിയ ആളുകളായി കുറെയൊക്കെ സമ്പാദിച്ചു വിട്ടു. എന്നിട്ട് എന്നാ സമ്പാദിച്ചിട്ട് കാര്യം? എന്നിട്ട് എന്നാ ഇന്നത്തെ അവസ്ഥ? ചിന്തിച്ചു നോക്ക. അതപ്പതിച്ച് പോയില്ലേ? ഈ അപ്പനെ അമ്മ നോക്കാൻ ആളുണ്ടോ? സ്നേഹിക്കാൻ ആളുണ്ടോ? കരുതാൻ ആളുണ്ടോ? കൂടെ ആരുണ്ട്? മൂല്യമില്ലാത്ത, ധാർമ്മികതയില്ലാത്ത, വിശുദ്ധിയും ചൈതന്യം ഇല്ലാത്ത കുറെ മക്കള്, കുറെ വ്യക്തികള് ഈ ലോകത്തിനുണ്ടായിട്ട് പ്രിയപ്പെട്ടവരെന്താ കാര്യം? ചിന്തിച്ചു നോക്ക. എങ്കിൽ എൻ്റെ ജീവിതത്തിൽ നന്മയുടെ പാഠങ്ങൾ മക്കൾക്ക് കൊച്ചുനാളുകളിലെ പറഞ്ഞു കൊടുക്കണം.
ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ആ ശൈശവത്തിലൊക്കെ മാതാപിതാക്കള് കുരിശു വരച്ചും മറ്റു തരത്തിലൊക്കെ പഠിപ്പിക്കും. പിന്നെ ഒരു അല്പം കൂടെ വളരുമ്പോൾ പ്രാർത്ഥനയിലോ ആത്മീയതയിലോ ഒരല്പം കൂടെ ഉപദേശം കൊടുക്കാനോ നിർദ്ദേശം കൊടുക്കാനോ സാധിക്കാതെ വരുമ്പോ, ഒരു മാതൃക കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോ ഓർത്തോണം, അവരുടെ ജീവിതങ്ങള് സാവധാനം ലോകത്തിന്റെ അരൂപികളിൽപ്പെട്ട പരിശുദ്ധാത്മാവ് അവരിൽ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുക. ചില മക്കളുടെ മുഖത്തേക്ക് ഒരു നോക്കുമ്പോൾ അറിയല്ലേ ഒരു പ്രത്യേക ഇരുളിമ. എന്താ കാര്യം? മറ്റൊന്നുമല്ല, ആത്മാവ് നിർവീര്യമായിക്കൊണ്ടിരിക്കുക. സ്വഭാവത്തിന്റെ ചില പ്രത്യേകതകൾ കാണുമ്പോൾ അറിയാം ഈ അരൂപി പ്രവേശിച്ചുകൊണ്ടിരിക്കുക. സൗളിലൊക്കെ പ്രവേശിച്ച കണക്കെ ആത്മാവ് അവനെ വിട്ടുപോകുമ്പോൾ ഒരു ദുരരൂപി അവനെ വന്ന് പീഡിപ്പിക്കാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു അരൂപി ഓരോ വ്യക്തിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ള സത്യം കേട്ടോ. അതുകൊണ്ട് ഈ ദുരരൂപിക്ക് മനസ്സിനെ, ജീവിതത്തെ തുറന്നു കൊടുത്തേക്കരുത്. മറിച്ച് പരിശുദ്ധാത്മാവിന് ജീവിതത്തെ തുറന്നു കൊടുക്കുമ്പോൾ അതാണ് ജീവിതത്തിൽ ആത്യന്തികമായ വിജയം. അവിടെയാണ് ഒരു മകനോ മകളോ ശക്തിപ്പെടുക. അവിടെയാണ് ഒരു ജീവിതത്തിന്റെ വിജയം ഉണ്ടാവുക. ലോകത്തിൽ ഇപ്പൊ ചില നേട്ടങ്ങളിലും ഉയർച്ചകളിലും ഉള്ളവരെ കണ്ട് അതിനോട് താരതമ്യപ്പെടുത്തി അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ, ഇവക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് ന്യായീകരിച്ച് നീ ചിന്തിച്ചേക്കരുത്. മറിച്ച് ഇതിനൊക്കെ അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന തകർച്ച ഇപ്പോ നിന്റെ ബുദ്ധിക്കോ ചിന്തയ്ക്കോ നിന്റെ കണ്ണിനോ ഉള്ളിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ള കാര്യം മറന്നു പോകണ്ട. അതുകൊണ്ട് എൻ്റെ ജീവിതങ്ങൾക്ക് അനിവാര്യമായതും എൻ്റെ കുടുംബത്തിന് വേണ്ടതും ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമാണ്, ഈ ആത്മീയതയുടെ അരൂപിയാണ് എന്നോർക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ എന്നിൽ ഞാൻ ഉജ്ജ്വലിപ്പിക്കണം. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെ, വചനവായനയിലൂടെ, കൂദാശകളിലെ പങ്കാളിത്തത്തിലൂടെ, സഭയോട് ചേർന്നുള്ള ജീവിതത്തിലൂടെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ ഞാൻ ഉണർത്തണം. അനേക പ്രവാചകന്മാര് കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് ജ്വലിച്ചതുപോലെ അനേക രക്തസാക്ഷികളും വിശുദ്ധാത്മാക്കളും കൃപാവരത്തിലുള്ളവരോട് ചേർന്ന് തങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെ ജ്വലിപ്പിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ജ്വലിപ്പിക്കണം. ഈ നിമിഷങ്ങളിൽ സ്നേഹത്തോടെ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ നമ്മൾ ഒരല്പസമയം പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ ഒന്ന് ജ്വലിപ്പിക്കുകയാണ്. ഒരു പടി കൂടെ ആത്മാവ് എന്നിൽ ഒന്ന് ഉജ്ജ്വലിക്കണം എന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഹൃദയം തമ്പുരാനിലേക്ക് ചേർത്ത് വെക്കാം. മനസ്സ് മുഴുവൻ തമ്പുരാനിലേക്ക് ചേർത്ത് വെക്കാം. ജീവിതം മുഴുവൻ അവനോട് ചേർത്ത് വെക്കാം. കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെയും ജ്വലിപ്പിക്കണമേ എന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ആരാധനയിലേക്ക് പ്രവേശിക്കാം. നഷ്ടപ്പെട്ടു പോയ ദൈവിക കൃപാവരത്തെ വീണ്ടെടുക്കുവാൻ, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ജീവിതം മുഴുവനെ ചേർത്ത് വെച്ച് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, അനുഗ്രഹീതമായ നിമിഷത്തെ ദൈവമേ കൃപയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോ എഴുന്നള്ളും നിമിഷം, ഇത് ആരാധനയുടെ നിമിഷം. ഈശോ ആത്മാവുണരുന്ന നിമിഷം, എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ആത്മാവിനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി, ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തി, രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ച അമ്മയോട് ചേർന്ന് ആരാധിക്കുന്ന നിമിഷങ്ങളാണ്. ഓരോരുത്തരിലേക്കും കർത്താവ് കടന്നു വരുന്ന നിമിഷങ്ങളിൽ വലിയ അഭിഷേകം ലഭിക്കട്ടെ, വലിയ ശക്തി ലഭിക്കട്ടെ, വലിയ കൃപ ലഭിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ആരാധിക്കട്ടെ. ആരാധിക്കുന്ന കർത്താവേ, ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹിച്ച് ആരാധിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധിയെ സ്തുതിക്കുന്നു, അങ്ങയുടെ പരിശുദ്ധിയെ മഹത്വപ്പെടുത്തുന്നു. കരങ്ങളൊന്ന് ഉയർത്തി അധരം തുറന്ന് സ്നേഹത്തോടെ ശക്തിയോടെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ പലതരത്തിലുള്ളതായ തിന്മകൾക്ക് അടിമപ്പെട്ട് ലോകത്തിലെ കൊച്ചു സന്തോഷങ്ങളിലും സുഖത്തിലും ഞങ്ങളുടെ മനസ്സുകൾ ഉടക്കിയപ്പോൾ
ലോകത്തിന്റെ അരൂപികളിൽ വശീകരിക്കപ്പെട്ട പ്രലോഭനങ്ങളിൽ വീണ തിന്മ ചെയ്ത് ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവേ, തിരിച്ചറിവോടെ ഇപ്പോൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ പ്രകാശിപ്പിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതങ്ങൾ ഈ നിമിഷങ്ങളിൽ ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിൽ ഞങ്ങളെ പൂരിതരാക്കണമേ, ആത്മാവിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ ആത്മാവിനെ എന്നിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഓരോ വ്യക്തികളും ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. മകനെ, മകളെ, നീ ചിന്തിച്ച് നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ചില പ്രത്യേക പാപത്തിന് അടിമപ്പെട്ട് കഴിയുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു ലോകത്തിന്റെ വശതകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ? അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതം ഒരു പ്രത്യേക തഴക്കദോഷത്തിലോ ദുശീലത്തിലോ കെട്ടപ്പെട്ട് കിടക്കാമോ? നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തു നിനക്ക് വിടുതൽ നൽകും. യേശു നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ ആത്മാവിന്റെ ശക്തി നിന്നിൽ ഉജ്ജ്വലിക്കുമ്പോ, അവിടുത്തെ ആത്മാവിന്റെ ശക്തി നീ സമർപ്പിക്കുന്നവർ ജ്വലിക്കുമ്പോ, അവർ പാപത്തിന്റെ വഴികളെ വിട്ടുപേക്ഷിക്കും. അവർ കൃപയുടെ വ്യക്തികളായിട്ട് മാറും. അവരുടെ ഉള്ളിലുള്ള ആത്മാവ് ജ്വലിക്കും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ ദൈവിക ശക്തി കൊടുക്കുന്ന സമയമാണിത്. ഹൃദയത്തിൽ ആഗ്രഹിക്കട്ടെ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഓ ദൈവമേ, എന്റെ ഹൃദയത്തെ സ്പർശിക്കണമേ, എന്റെ മനസ്സിനെ നിർമ്മലമാക്കണമേ, എന്റെ മനസാക്ഷിയെ അവിടുന്ന് പവിത്രീകരിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇടർച്ചകളും പോരായ്മകളും ഉണ്ടായിട്ടുള്ള ജീവിതമാണിത്. വഴിതെറ്റിപ്പോയിട്ടുള്ള ജീവിതമാണ് എൻ്റെത്. നീ കരുണയോടെ കടാക്ഷിച്ചാൽ എന്നിൽ ആത്മാവ് വീണ്ടും നിറയും, എന്നിൽ ആത്മാവ് വീണ്ടും ജ്വലിക്കും. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ ജ്വലിക്കണമേ. ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 നിന്റെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ, നിന്റെ കൃപയാൽ നിറയ്ക്കണമേ. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ ജ്വലിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ ജീവിതം മുഴുവനെയും യേശുക്രിസ്തുവിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ ചേർത്ത് വയ്ക്കാം, സങ്കടങ്ങൾ ചേർത്ത് വയ്ക്കാം, വഴിതെറ്റിപ്പോയ അനുഭവങ്ങളെ ഓർത്ത് മനസ്താപത്തോടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാം. നിന്റെ ദൈവം നീ നിന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നിടത്ത് കൃപ തരും, അഭിഷേകം തരും, ശക്തി തരും, വിടുതൽ നൽകും. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ജീവിതം മുഴുവനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇടർച്ചകളുടെ പതർച്ചകളുടെ അനുഭവങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ ഉണ്ടെങ്കിലും അവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ യേശുക്രിസ്തു എന്ന ജീവിക്കുന്ന സത്യദൈവം നിന്റെ കുടുംബത്തിന് മേലെ, നിന്റെ വ്യക്തി ജീവിതത്തിന് മേലെ തൻ്റെ കരം നീട്ടി ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താന്റെ ശക്തികളെ നിർവീര്യമാക്കുന്ന സമയമാണ്. ദൈവശക്തി വ്യാപരിച്ച് കെട്ടുകൾ പൊട്ടിച്ചു കളയുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീവിക്കുന്ന ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിന്റെ ദൈവിക ശക്തിയാൽ ഈ ദൈവമക്കളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന സകല തരത്തിലുള്ള ബന്ധനങ്ങളും യേശുവിന്റെ ദിവ്യകാരുണ്യ ശക്തിയാൽ ഇപ്പോൾ അഴിയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ നിറയട്ടെ, പ്രകാശം നിറയട്ടെ. അനേകം കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കട്ടെ. എന്നുമെന്നും അങ്ങേക്ക് ആരാധന.